this game that far. Take a look at that helmet right on the forehead, where the Kerala emblem is there, right on that, and the emblem has helped the Kerala get to the final here. കേരള ക്രിക്കറ്റിന് ചരിത്ര ദിനം. ഗുജറാത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സ് ലീഡോടെ ഫൈനലിലേക്ക്. രക്ഷകനായത് അവസാന 3 വിക്കറ്റും പിഴുത ആദിത്യ സർവാതെ. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ കേരളത്തിന്റെ ആദ്യ ഫൈനൽ. അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ ചെരിഞ്ഞു. കോടനാട് ആനക്കൊട്ടിലെ ചികിത്സ ഫലിച്ചില്ല. അണുബാധ നിയന്ത്രിക്കാനായില്ലെന്ന് ഡോക്ടർമാർ. We have ensured that no investor coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. വ്യവസായ അനുമതികൾ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല. ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ ഉറപ്പ് നൽകി മുഖ്യമന്ത്രി. കേരളത്തെ നിക്ഷേപകരുടെ സ്വന്തം നാടാക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിപക്ഷ പിന്തുണയുമായി വി.ഡി. സതീശനും നിക്ഷേപ സംഗമത്തിൽ. മാനേജർ പറയുന്നത് ഫിനാൻസുമായിട്ട് എറണാകുളത്ത് ഫിനാൻസ് വിളിക്കാൻ പറയും. അവിടെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം വാടകയുടേത് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സപ്ലൈകോയ്ക്ക് കെട്ടിടം കൊടുത്ത സംരംഭകൻ ജപ്തി ഭീഷണിയിൽ. ഒടിഞ്ഞ കാലുമായി സമരമിരുന്ന് ആലപ്പുഴ സ്വദേശി ഷിഹാബ്. നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടക്കുമ്പോൾ പ്രവാസിയുടെ ദുരവസ്ഥ തുറന്നുകാട്ടി ന്യൂസ് 18. പരിഹരിക്കാമെന്ന് ഭക്ഷ്യമന്ത്രി. അമേരിക്ക $21 ദശലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയത് ഇന്ത്യക്കല്ലെന്ന് രേഖകൾ. വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിന്. ട്രംപിന്റെ വിശദീകരണത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ എക്സ്പ്രസ്. കാക്കനാട് GST അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യ അറസ്റ്റ് ഭയന്നിട്ടെന്ന് സംശയം. സഹോദരി ശാലിനിയെ പരീക്ഷാ ക്രമക്കേടിന് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നുവെന്ന് പോലീസ്. അന്വേഷണം മനീഷ് വിജയുടെ സ്വദേശമായ ഝാർഖണ്ഡിലേക്ക്. നമ്മുടെ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായി ഇരിക്കുന്ന പ്രൊഫസർ KV തോമസിന് അദ്ദേഹം പോലും അറിയാതെ ലക്ഷങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊന്നും ഒരു തടസ്സവുമില്ല, സാമ്പത്തിക പരാധീനതയില്ല. ആശാ വർക്കർമാരുടെ രാപകൽ സമരം 12ാം ദിവസം. തിരിഞ്ഞു നോക്കാതെ സർക്കാർ. കേന്ദ്രമാണ് കാരണമെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി സമരക്കാർ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞു. സഹപ്രവർത്തകരുമായി മാർപ്പാപ്പ സംസാരിച്ചെന്ന് വത്തിക്കാൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രമെഴുതി കേരളം ആദ്യമായി ഫൈനലിലേക്ക് കടക്കുകയാണ്. സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ നിർണായകമായ 2 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയാണ് കേരളത്തിന്റെ ചരിത്രക്കുതിപ്പ്. ഒന്നാം ഇന്നിംഗ്സിൽ 457 റൺസ് എടുത്ത കേരളത്തിനെതിരെ ഗുജറാത്ത് 455 റൺസിന് ഓൾ ഔട്ടായി. ജലജ് സക്സേനയും ആദിത്യ സർവാദയും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കേരളം ഒരു കൊടി നാട്ടി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചവരിൽ ഞങ്ങളുമുണ്ടെന്ന അടയാളപ്പെടുത്തൽ. രഞ്ജി ട്രോഫി മുൻ ചാമ്പ്യന്മാരെ അവരുടെ മണ്ണിൽ വെച്ച് മറികടന്നതിന്റെ ആത്മധൈര്യവുമായി ഫൈനൽ കളിക്കാം സച്ചിൻ ബേബിക്കും സംഘത്തിനും. They are delighted, the Kerala players, and have they created history here. ധീരന്മാർക്കൊപ്പമായിരിക്കും ഭാഗ്യമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയ സെമി പോരാട്ടം. 7 വിക്കറ്റിന് 429 റൺസുമായി ഗുജറാത്ത് അവസാന ദിനം ബാറ്റിംഗിനിറങ്ങുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത് 74 റൺസ് എടുത്ത ജയ്മീത് പട്ടേലും 24 റൺസുമായി സിദ്ധാർത്ഥ് ദേശായിയും. ലീഡ് നേടാൻ ഗുജറാത്തിന് വേണ്ടത് കേവലം 29 റൺസ്. മുഹമ്മദ് അസറുദ്ദീന്റെ സ്റ്റംപിംഗ് മികവിൽ ജയമീത് തിരികെ കയറിയതോടെ കേരളത്തിന് പ്രതീക്ഷയേറി. चलिए तीसरे अंपायर के पास चलते हैं, देखते हैं पिछला पांव हिला था या नहीं हिला था. विकेट कीपर को तो लग रहा है.
30 റൺസ് എടുത്ത സിദ്ധാർത്ഥ് ദേശായിയുടെ പാഡിൽ നിന്നും ഉയർന്ന പന്ത് ക്യാച്ച് ചെയ്തപ്പോൾ റിവ്യൂ വന്നു. അവിടെയും ഭാഗ്യം കേരളത്തിനൊപ്പം. അത് ക്യാച്ച് അല്ല, പക്ഷേ LBW എന്ന തേർഡ് അമ്പയർ. വാലറ്റക്കാരായ നാഗസ്വാലയും പ്രേജിത് സിംഗും ചേർന്ന് പോരാടുമ്പോഴും സ്പിൻ ആക്രമണത്തിൽ ഉറച്ചു നിന്നു കേരളം. ഒടുവിൽ ലീഡിന് 2 റൺസ് അകലെ ഗുജറാത്ത് വീണു. 4 വിക്കറ്റ് തിളക്കവുമായി സർമാത്തയും സക്സേനയും. തോൽവി അറിയാതെയാണ് ഈ സീസണിൽ അസൂയാവഹമായ കുതിപ്പ് കേരളം നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ് ടീം കേരള. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം തന്നെയാണ് ആലപ്പുഴയിൽ ഒരു പ്രവാസിയുടെ ദുരവസ്ഥ ന്യൂസ് 18 നൽകിയത്. പ്രവാസിയായ ഷിഹാബ് സപ്ലൈകോയ്ക്ക് തന്റെ സ്വന്തം കെട്ടിടം വാടകയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ വാടക കുടിശ്ശിക വരികയും ചെയ്തു. അതിനുശേഷം ജപ്തി ഭീഷണി നേരിടുകയായിരുന്നു ഷിഹാബ്. ഈ വാർത്ത ന്യൂസ് 18 നൽകിയതിന് പിന്നാലെ ഭക്ഷ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ന്യൂസ് 18 ഇമ്പാക്റ്റ് കൂടിയാണ്. ന്യൂസ് 18 നൽകിയ വാർത്ത ആദ്യം കാണാം. ഇത് മണ്ണഞ്ചേരി പഞ്ചായത്ത് 2ാം വാർഡ് സ്വദേശി ഷിഹാബ്. ദീർഘകാലം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന്റെ ഒരായുസിന്റെ അധ്വാനം കൊണ്ട് അദ്ദേഹം ഈ കാണുന്ന സ്ഥലം വാങ്ങി. 20 ലക്ഷം വായ്പയെടുത്ത് കെട്ടിടം പണിതു. 9 വർഷം മുമ്പ് തന്റെ പുത്തൻ കെട്ടിടം സപ്ലൈകോ ഔട്ട്ലെറ്റിനായി ഷിഹാബ് വാടകയ്ക്ക് നൽകി. വാടക പൈസ കൊണ്ട് വായ്പാ തിരിച്ചടവ് നടക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ട്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. 26,650 രൂപ പ്രതിമാസ വാടക സപ്ലൈകോ നൽകാതായതോടെ തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബാങ്ക് കെട്ടിടത്തിനുമേൽ ജപ്തി നോട്ടീസും പതിപ്പിച്ചു. എനിക്കിപ്പം ആത്മഹത്യാ വക്കിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ വാടക ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടകയുടെ പറയുന്നത് എന്താണ്? വാടകയുടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഡിപ്പോ മാനേജരുമായിട്ട് സംസാരിക്കാൻ ഡിപ്പോ മാനേജർ എറണാകുളം ഫിനാൻസ് ഓഫീസിൽ ബന്ധപ്പെടാൻ നിർദ്ദേശിക്കും. ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് പണം നൽകാൻ നിർവാഹമില്ലെന്ന മറുപടി. ഗതികെട്ട് ഷിഹാബ് ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ അന്യനെ പോലെ നീതിക്കായി കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. കഴിഞ്ഞ ജനുവരി 18 സപ്ലൈകോയുമായുള്ള വാടക കരാർ അവസാനിച്ചു. ഇതോടെ ഒഴിഞ്ഞു നൽകണമെന്ന നോട്ടീസ് ഷിഹാബ് നൽകി. വാടക കുടിശ്ശിക നൽകിയില്ലെന്ന് മാത്രമല്ല, കാലാവധി കഴിഞ്ഞ് തുടരുന്ന ഈ സമയത്തെ വാടക നൽകാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം കൂടിയായിരുന്നു വകുപ്പിന്റെ മറുപടി. പൂർണ്ണമായി കിട്ടാതെയായിട്ട് ഇപ്പം 4 മാസമായി. ഈ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഈ 1 മാസത്തെ വാടക അതും ഇവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് എറണാകുളത്ത് കഴിഞ്ഞ ഈ 18-ാം തീയതി. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നത് എഗ്രിമെന്റ് ഇല്ലാതെയാണ്. കെട്ടിടം പൂട്ടാൻ നോക്കിയപ്പോൾ അതിക്രമിച്ചു കയറിയെന്ന കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമമുണ്ടായി. ഇപ്പോൾ ബാങ്കിലെ ജപ്തി നോട്ടീസിന് പുറമെ കെട്ടിട നികുതി അടക്കാൻ കഴിയാത്തതിന് പഞ്ചായത്തിന്റെയും ലേബർ ഓഫീസിൽ നിന്ന് 50,000 രൂപയുടെയും റവന്യൂ റിക്കവറി നോട്ടീസുകൾ വന്നു കഴിഞ്ഞു. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അഭിമാനം കൊള്ളുന്നവർ സർക്കാരുമായി സംരംഭത്തിലേർപ്പെട്ട ഈ പ്രവാസി വ്യവസായിയുടെ ഗതികേട് കൂടി ഒന്ന് കാണണം. ഒടിഞ്ഞ കാലുമായി കടം കയറി മുടിഞ്ഞ് അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാത്രമാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഷിഹാബിനെ കുറിച്ചുള്ള ഈ വാർത്ത ന്യൂസ് 18 നൽകിയതിനെ തുടർന്ന് ഒടുവിൽ സർക്കാർ കണ്ണു തുറക്കുകയായിരുന്നു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സിവിൽ സപ്ലൈസ് മന്ത്രി തേടി. 24 മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടാകുമെന്നാണ് GR അനിൽ വ്യക്തമാക്കിയത്. മന്ത്രിയുടെ പ്രതികരണത്തിൽ സന്തോഷമുണ്ട് എന്നാണ് പ്രവാസിയായിരുന്ന ഷിഹാബ് പറഞ്ഞത്. പരിഹരിക്കപ്പെട്ട് തുടങ്ങുകയാണ്. ഇപ്പം നിലവിലുള്ള പെൻഡിങ് നോക്കിയിട്ട് അതും ക്ലിയർ ചെയ്ത് തരാം, കെട്ടിടം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയുടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. RM ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിളിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂസ് 18 ചാനലിൻ്റെ ശരണ്യയോടും ക്യാമറാമാൻ പ്രശാന്തിനോടും വളരെയേറെ കടപ്പാടും ചാനലിനോടും ഉണ്ടായിരിക്കുന്നതാണ്. ഞാനിത് പുറത്ത് ഒരു അവതരിപ്പിക്കണമെന്നുള്ള ചിന്താഗതി എനിക്കില്ലായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച പോയി RM ഓഫീസിൽ പോയി നേരിട്ട് എൻ്റെ ഈ അവസ്ഥയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടു. പക്ഷേ നിയമ നടപടികളൊന്നും മുന്നോട്ട് പോകാതിരുന്നതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ
ഈ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധത്തിലേക്ക് മാറി ഇവിടെ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. അതായത് കഴിഞ്ഞ ഡിസംബറിലെ ഷിഹാബിന് പണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പും ഏകദേശം പല മാസങ്ങളിലായി പെൻഡിംഗ് ഉണ്ട്. അത് അത്തരത്തിൽ കണക്ക് കൂട്ടിയാൽ 5 മാസത്തെ തുകയാണ് ഷിഹാബിന് ലഭ്യമാകാനുള്ളത്. അത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകളും കൈമാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം പരിഹരിക്കപ്പെടുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ന്യൂസ് 18 വാർത്താ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നത്. മണ്ണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തെ വ്യാവസായിക നിക്ഷേപ രംഗത്ത് വമ്പൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംരംഭകർക്ക് എല്ലാ സഹായവും നൽകുമെന്നും നടപടിക്രമങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വിദേശികളും പ്രവാസികളും ഉൾപ്പെടെ നിക്ഷേപകർ ഉച്ചകോടിക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മാറിയ വ്യവസായ സംസ്കാരത്തിന്റെ പ്രതിഫലനമായിരുന്നു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ഘാടന വേദി. വിവാദങ്ങൾ മാറ്റിവെച്ച സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നാണ് നിക്ഷേപകരെ സ്വാഗതം ചെയ്തത്. നിക്ഷേപ രംഗത്തെ വലിയ മാറ്റങ്ങളാണ് കേരളം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞു. ഒപ്പം നിക്ഷേപകർക്ക് സർക്കാരിന്റെ ഉറപ്പുകളും. നടപടിക്രമങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല. ലൈസൻസുകൾ സമയബന്ധിതമായി അനുവദിക്കും. ഭൂമി കിട്ടാത്തതിന്റെ പേരിൽ ഒരു നിക്ഷേപകനും സംസ്ഥാനം വിട്ടു പോകേണ്ടി വരില്ല. അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. We have taken a holistic view and are paying equal attention to all matters from policy formulation to the last mile implementation. We have ensured that no investor coming to Kerala will have to face the cobweb of procedural delays and meet the barriers of red tape. വ്യവസായ രംഗത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ദേശീയപാത വികസനം അടക്കം യാഥാർത്ഥ്യമായത് എടുത്തു പറഞ്ഞു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യവസായത്തിന്റെ കാര്യത്തിൽ മാറ്റിവെക്കുമെന്നും കേരളം നിക്ഷേപകരുടെ സ്വർഗമായി മാറിക്കഴിഞ്ഞെന്നും മന്ത്രി പി രാജീവ്. This is the best place for ease of doing business with ease of living. And we, irrespective of other differences, political, ideological and governance differences, we are together to attract more investment and create more employment opportunities to our own youth. This is the right time. This is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി, UAE ധനമന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈനിലെ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി 2 ദിവസത്തെ നിക്ഷേപ സംഗമത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കും. വിദേശികളും പ്രവാസികളും ഉൾപ്പെടെ 3000 പേരാണ് സംഗമത്തിന്റെ ഭാഗമാകുന്നത്. ന്യൂസ് 18 കൊച്ചി. കിഫ്ബി പദ്ധതികൾക്ക് വരുമാന സ്രോതസ് കണ്ടെത്തിയേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച ഇടതുമുന്നണി. മുന്നണി നേതാക്കൾക്ക് കൺവീനർ TP രാമകൃഷ്ണൻ നൽകിയ സർക്കുലറിലാണ് ടോൾ പിരിവ് പരാമർശിക്കാതെയുള്ള ഈ നിലപാട് പ്രഖ്യാപനം. ജലവിനിയോഗത്തെയും കൃഷിയെയും ബാധിക്കാതെയാകണം പാലക്കാട് ബ്രൂവറി എന്നും LDF. ഈ പരാമർശം CPIക്ക് ആശ്വാസമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി വരുന്നു. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണം. ഇതാണ് കിഫ്ബി സംബന്ധിച്ച ഇടതുമുന്നണി സർക്കുലറിലെ നിർദ്ദേശം. അതായത് വരുമാന മാർഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുന്നണി വ്യക്തമാക്കുന്നു. അതിന് വഴികൾ തേടാൻ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. റോഡുകൾക്ക് ടോൾ, യൂസർ ഫീ തുടങ്ങി പല നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇതിലൊന്ന് വൈകാതെ പരിഗണിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഘടകകക്ഷികൾക്ക് നേതൃത്വം നൽകുന്നത്. ബ്രുവറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ശേഷം CPMന്റെ വാശിക്ക് വഴങ്ങിയ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ബിനോയ് വിശ്വമടക്കമുള്ളവർക്ക് മുഖം രക്ഷിക്കാൻ ഉതകുന്ന പരാമർശങ്ങളാണ് മുന്നണി കൺവീനറുടെ സർക്കുലറിൽ ഉള്ളത്. ജലവിനിയോഗമായിരുന്നു പ്രധാന ആശങ്കയായി CPI ചൂണ്ടിക്കാട്ടിയത്. നയപരമായ തീരുമാനങ്ങൾ പോലും ഘടകകക്ഷികളെ അറിയിക്കുന്നില്ലെന്ന പരാതിയും ശക്തമായിരുന്നു. അതൊഴിവാക്കാനാണ് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ സർക്കുലറായി കൂടി ഘടകകക്ഷികളെ അറിയിച്ചതെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.
വയനാട് പുനരധിവാസ പദ്ധതി മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. നിബന്ധന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. പുനരധിവാസ പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്നതിൽ സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. കൃത്യമായ പുനരധിവാസ പദ്ധതി ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. മഴക്കാലത്തിന് മുൻപ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, എന്താണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ? മഞ്ജുഷ്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ഈശ്വർ ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കക്ഷിയാണ്. മാർച്ച് 31 മുമ്പ് പദ്ധതി പൂർത്തിയാക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞത്. നിബന്ധന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഒപ്പം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായി. പുനരധിവാസ പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്നതിൽ സർക്കാരിന് ധാരണയില്ല എന്നാണ് ഹൈക്കോടതി ഭാഗത്തുള്ള നിരീക്ഷണം. സമയക്രമം മനസ്സിൽ സൂക്ഷിച്ച് വേണം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. സമയക്രമം ഇല്ലെങ്കിൽ എങ്ങനെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം തേടാനാകും എന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉയർന്നു. സമയക്രമം ഇല്ലെങ്കിൽ പദ്ധതി അവതാളത്തിലാകുമെന്ന നിരീക്ഷണവും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായി. കൃത്യമായ പുനരധിവാസ പദ്ധതി ഉണ്ടെന്നാണ് സംസ്ഥാന സർക്കാരും വിശേഷിച്ച് AG ഈ കേസിൽ ഹാജരായി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ചില പരാമർശങ്ങൾ നടത്തി. മാർച്ച് 30 പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിബന്ധന എന്നാണ് AG വ്യക്തമാക്കിയത്. നിബന്ധനയിൽ എതിർപ്പ് അറിയിച്ച് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും AG കോടതി വ്യക്തമാക്കി. പദ്ധതി പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് നിബന്ധന വെക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ സൂചിപ്പിച്ചു. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. മസ്തകത്തിൽ പരുക്കേറ്റ അതിരപ്പള്ളിയിലെ കൊമ്പൻ ചെരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. ബുധനാഴ്ചയായിരുന്നു ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സയ്ക്കായി കോടനാട് ആനക്കൊട്ടിലിൽ എത്തിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഡോക്ടർമാർ പറഞ്ഞതാണ് ചികിത്സ ബുദ്ധിമുട്ടായിരിക്കും എന്ന്. അണുബാധ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ ഇപ്പോൾ കൊമ്പൻ ചെരിഞ്ഞത്? മഞ്ജുഷ, അതിൻ്റെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. എങ്കിലും അത് ഭേദപ്പെട്ട വരും, ആരോഗ്യം മെച്ചപ്പെടുമെന്നൊരു വിശ്വാസവും എല്ലാവരിലും തന്നെ നിലനിന്നിരുന്നു. എന്നാൽ അതസ്ഥാനത്തായിക്കൊണ്ടാണ് ഇപ്പോൾ ആന അല്പസമയം മുമ്പ് ആന ചരിഞ്ഞിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇന്ന് രാവിലെയും ആന വെള്ളം എടുക്കുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും പുല്ല് കഴിക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പക്ഷേ വളരെ പെട്ടെന്നാണ് കുറച്ച് സമയം മുമ്പ് അത് കുഴഞ്ഞു വീണത്. മരണകാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാകാം മരണകാരണം എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലാണ് ഡോക്ടർമാരുടെ സംഘമുള്ളത്. വിശദമായ കാരണങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതായാലും അതിന് വേണ്ടിയുള്ള ഒരു പ്രാഥമികമായ ഒരുക്കങ്ങളെല്ലാം തന്നെ കോടനാട് അഭയാരണ്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുറിവ് വലിയ ആഴത്തിലുള്ളതായിരുന്നു. 30 സെൻറ്റിമീറ്റർ വ്യാസവും അതോടൊപ്പം തന്നെ ഒരടിയോളം ഏതാണ്ട് ആഴവുമുള്ള രീതിയിലേക്ക് അത് മാറിയിരുന്നു. അതിൻ്റെ വായുകുംഭം എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഈ മുറിവ് രൂപപ്പെടുകയും വലിയ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തിരുന്നത്. അതിന് പഴുപ്പ് തുമ്പിക്കൈയിലേക്ക് വരെയും ഇറങ്ങുകയും ചെയ്തിരുന്നു. തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുക്കാൻ പോലും ശ്വസിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ഈ മുറിവിലൂടെയാണ് ഈ ആന ശ്വസിച്ചിരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അത്ര കണ്ട് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നു. എങ്കിലും അത് തിരിച്ചു വരും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാട്ടാനയായതുകൊണ്ട് തന്നെ കുറേ കൂടി ആരോഗ്യമുള്ളൊരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അത്രയും നിലനിന്നിരുന്നു. അന്ന് മയക്കുവെടി വെക്കുമ്പോഴും മയക്കുവെടി വെറ്റ ആ കൊമ്പൻ കുറച്ച് സമയം കഴിഞ്ഞത് കുഴഞ്ഞ് വീഴുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് തന്നെ അതിന് ആരോഗ്യം സംബന്ധിച്ചൊരു ആശങ്ക ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നതാണ്. പ്രത്യേകിച്ച് വലിയ താമസമില്ലാതെ ഏതാണ്ട് ഒരു 20 ദിവസത്തിനിടവേളയിൽ രണ്ടാമത്തെ മയക്കുവെടി നൽകുന്നു. ആദ്യത്തെ മയക്കുവെടിക്കൊപ്പം തന്നെ ബൂസ്റ്റർ ഡോസ് അടക്കം നൽകുന്നു. രണ്ടാമത്തേത് മയക്കുവെടിയിൽ തന്നെ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുഴഞ്ഞ് വീഴുന്നൊരവസ്ഥയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് ആനയുടെ സങ്കീർണതകൾ തന്നെയാണ് തുറന്ന് കാണിച്ചത്. അത് ചെരുവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആന ചരിഞ്ഞിരിക്കുന്നു എന്നതാണ് കോടനാട് നിന്ന് സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങൾ എന്തെന്നത് സംബന്ധിച്ച് ഈ തലച്ചോറിലേക്ക് പഴുപ്പ് ഇറങ്ങാനുള്ളൊരു സാധ്യത എല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ വിവരങ്ങൾ നൽകിയത് കോടനാട് നിന്ന്. എറണാകുളം കാക്കനാട് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും ആത്മഹത്യ CBI അറസ്റ്റ് ഭയന്നെന്ന സംശയത്തിൽ പോലീസ്.
ഝാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹോദരി ശാലിനിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതേസമയം വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. ജാർഖണ്ഡ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി നിയമനവും ലഭിച്ചിരുന്നു. എന്നാൽ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഇവരുടെ ബാച്ചിന്റെ നിയമനങ്ങൾ സർക്കാർ മരവിപ്പിച്ചു. കേസെടുത്തതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞില്ല. മനീഷ ലീവ് എടുത്തത് സഹോദരിയുടെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നതായി സഹപ്രവർത്തകരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന CBI സംഘം ചോദ്യം ചെയ്യലിനായി ശാലിനിക്കും നോട്ടീസ് നൽകിയിരുന്നു. 1ാം റാങ്ക് നേടി നിയമനം നേടിയിട്ടും ജോലി നഷ്ടപ്പെടുകയും കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതിന്റെ മാനഹാനിയാകാം കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മ ശകുന്തളയുടെ മരണം സംഭവിച്ചതെങ്ങനെയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമ്മയുടെ മരണശേഷമാണ് ശാലിനിയും സഹോദരനും ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു. വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. ഇവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച മനീഷിന് സർവീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ശാലിനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CBIയിൽ നിന്ന് തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 3 പേരെയും മരിച്ച നിലയിൽ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്ത് അമ്മയെ അതിക്രൂരമായി മകൻ കൊലപ്പെടുത്തി. കൽപ്പകഞ്ചേരി വൈലത്തൂരിലാണ് ഈ സംഭവം. ആമിനയെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അരുംകൊല. കൽപ്പകഞ്ചേരിയിലെ കാവുപുരയിൽ 62കാരി ആമിനയെ 35കാരനായ മകൻ മുസമ്മിൽ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി. അടുക്കളയിൽ ജോലിയിലായിരുന്ന ആമിനയെ പിന്നിലൂടെ ചെന്ന് വെട്ടുകയായിരുന്നു. നിലത്ത് വീണ ആമിനയുടെ തല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. ആമിന തൽക്ഷണം മരിച്ചു. മുസമ്മലിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമാന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആമിനയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം. അമ്മയും മകനും തമ്മിൽ രാവിലെ വാക്കേറ്റമുണ്ടായി. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മകൻ. മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും. ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലുള്ള ചെന്താമര വിയൂർ ജയിലിലാണ്. ജനുവരി 27-നാണ് വ്യക്തിവൈരാഗ്യം കാരണം അയൽവാസിയായ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ആശാ വർക്കർമാർ നടത്തുന്ന സമരം 12ാം ദിവസത്തിലേക്ക് കടന്നു. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പോലും അടയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് സർക്കാർ പറയുമ്പോഴും ഇതുവരെ സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ആശാവഹമായ ഒരു സൂചനയുമില്ലാതെയാണ് സമരം അനിശ്ചിതമായി മുന്നോട്ട് പോകുന്നത്. കടുംപിടുത്തം സർക്കാർ തുടരുന്നു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിലെ സാഹചര്യമാണ് ആരോഗ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന വേതനം കേരളം നൽകുന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ NRHMൽ നിന്ന് ലഭിക്കുന്ന തുക എങ്ങനെ വിനിയോഗിക്കണമെന്നത് സംസ്ഥാനങ്ങളുടെ വിവേചനാധികാരമാണെന്നും പെൻഷൻ ആനുകൂല്യമായി 2 ലക്ഷം രൂപ വരെ നൽകുന്ന മറ്റിടങ്ങളുണ്ടെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കേരളത്തിൽ 2 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെന്റീവുമാണ് കുടിശ്ശികയായുള്ളത്. ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് കീഴിലാണ്. അപ്പോൾ ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ വേതന അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുന്നത്. ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നല്ലേ സർക്കാർ പറയുന്നത്. അറിവാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഇത് വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയുന്നത്. ഇതിന്റെ മുടക്കം കാലതാമസം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആശാവർക്കർമാർ പത്തനംതിട്ടയിലെ തന്റെ വസതിയിലേക്ക് എത്തിയപ്പോൾ സന്ദർശനാനുമതി നിഷേധിച്ചുവെന്ന ആരോപണം ആരോഗ്യമന്ത്രി തള്ളി. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. ഓണറേറിയം 21,000 രൂപയാക്കുക, പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് പൂർണ്ണമായും സർക്കാർ സഹകരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. SFIക്ക് പുതിയ സംസ്ഥാന ഭാരവാഹികൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന PS സഞ്ജീവ് ആയിരിക്കും ഇനി സംസ്ഥാന സെക്രട്ടറി. ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ പ്രസിഡന്റായും സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു.
PM ആർഷോയ്ക്കും അനുശ്രീക്കും പകരമാണ് പുതിയ സംസ്ഥാന ഭാരവാഹികൾ. അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള വേതനവും ആനുകൂല്യങ്ങളും പോലും കൃത്യമായി നൽകാൻ കഴിയാത്തപ്പോൾ PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് ഔചിത്യമല്ലെന്ന് സർക്കാരിനോട് AITUC. ഇടത് സർക്കാരിന് ചേരാത്ത നടപടി റദ്ദ് ചെയ്യണമെന്നും സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. നേരത്തെ AIYFും സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. PSC ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാന്യമായ വേതനത്തിനായി ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം, പാചകത്തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, റേഷൻ വിതരണക്കാർ, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, ദിവസവേതനക്കാർ, മിനിമം വേതനം പോലും ലഭിക്കാത്ത, ജീവിക്കാൻ പോലും വഴിയില്ലാത്ത ലക്ഷങ്ങൾ സർക്കാരിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. അപ്പോഴാണ് പ്രതിമാസം സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ പറ്റുന്ന PSC അംഗങ്ങൾക്ക് പിന്നെയും ശമ്പള വർധന. ഇതെന്തു ന്യായമെന്ന ചോദ്യമാണ് സർക്കാരിനോട് ഭരണപാർട്ടിയുടെ യുവജന തൊഴിലാളി സംഘടനകളുടേത്. അടിസ്ഥാന മേഖലകളിൽ ന്യായമായ ശമ്പളം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെന്ന ആവശ്യം സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേര് പറഞ്ഞാണ് സർക്കാർ നിഷേധിക്കുന്നത്. ഇത്തരക്കാരെ പരിഗണിക്കാതെ PSC അംഗങ്ങൾക്ക് വാരിക്കോരി നൽകുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല എന്ന കടുത്ത വിമർശനമാണ് AITUC ഉയർത്തുന്നത്. തീരുമാനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാട് ആശങ്ക ഉളവാക്കുന്നതാണെന്നും ഇടതു നയത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കരുതെന്നും യുവജന സംഘടനയായ AYFും നേരത്തെ സർക്കാരിനോട് പറഞ്ഞിരുന്നു. PSC അംഗങ്ങളുടെ വേതന വർധനയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹറ. പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരമിരിക്കും. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയാണെന്നും സുഹറ പറയുന്നു. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. നിയമപരമായി അവരെന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കണ്ട് ആത്മഹത്യ ചെയ്യും. വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീര വനിത. മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം. VP സുഹറയ്ക്ക് അല്ലെങ്കിൽ സുഹറയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ. മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് 1 കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. പെങ്ങളാണെങ്കിൽ കിട്ടൂല. എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റി എഴുതി. എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? CPM ചെയ്യൂല, മുസ്ലിം ലീഗും ചെയ്യൂല, കോൺഗ്രസ്. മുസ്ലിം ലീഗിന് താങ്ങി നിൽക്കുന്നതാണ്. കോൺഗ്രസ് ഒക്കെ മുസ്ലിം ലീഗിനെതിരായിട്ട് നിൽക്കില്ലല്ലോ. അവരൊക്കെ വോട്ടിന്റെ ശക്തി അവരല്ലേ. പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേരളത്തിലെ MLA-മാരെയും MP-മാരെയും വിഷയമറിയിച്ചു. എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് VP സുഹറയ്ക്ക് ചോദിക്കാനുള്ളത്. 23-ാം തീയതി മുതൽ പാർലമെന്റിനു മുന്നിൽ നിരാഹാര സമരമിരിക്കും. എന്നിട്ടും നടപടിയിൽ മെല്ലെപ്പോക്കാണെങ്കിൽ ആത്മഹത്യ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുഹറ. ഈ ക്രൂരത ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. അത്രമാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അമേരിക്ക $21 ദശലക്ഷം നൽകിയത് ഇന്ത്യക്കല്ല ബംഗ്ലാദേശിനെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം നടത്തിയ ഫാക്ട് ചെക്കിലാണ് 2022 അമേരിക്ക $21 ദശലക്ഷം നൽകിയത് ബംഗ്ലാദേശിനായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ത്യക്ക് നൽകി വരുന്ന US എയ്ഡ് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ നീക്കത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇന്ത്യക്ക് $21 ദശലക്ഷം നൽകിയതായി ഇതുവരെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം ബംഗ്ലാദേശിന് $21 ദശലക്ഷം ഫണ്ട് കിട്ടിയതായി USAID ധാക്ക ഉപദേഷ്ടാവ് ലുബായിൻ മോസം മാസങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഭവ്യ പാർവതി ചേരും വാർത്തകളുമായി. സകലമാന കേരളവുമായി.